കാര്യങ്ങൾ പുറത്തറിയാൻ തുടങ്ങിയതോടെ കെ.വി. തോമസിൻ്റെ പണി പാളുകയാണ്. എല്ലാ സൗഭാഗ്യങ്ങളും വാരിക്കോരി നൽകിയ ഒരു പ്രസ്ഥാനത്തെ കൂട്ടിക്കൊടുത്ത് കിട്ടിയ പദവിയിലും കള്ളത്തരം കണ്ടെത്തിയതോടെ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഇളകുകയാണ്. നമുക്കറിയാം, ആശാ വർക്കർമാർ അടക്കം കേരളത്തിലെ അധ്വാനിക്കുന്ന പല വിഭാഗങ്ങളും പട്ടിണി കിടക്കുമ്പോൾ ഒരു നയാ പൈസയുടെ പണിയെടുക്കാത്ത കെ.വി. തോമസ് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത് നടക്കുകയാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത് N.K. പ്രേമചന്ദ്രൻ MP പോലും കഴിഞ്ഞ ദിവസം തുറന്നടിച്ചതാണ്. അതോടെ തോമസിന് പണിപാളി എന്നുറപ്പായി. എൻ്റെ മാത്രം വിമാനയാത്ര കൂലിയല്ല ഈ പ്രചരിക്കുന്നത് എന്ന ന്യായവുമായി അദ്ദേഹം രംഗത്ത് വരികയാണ്. ഡൽഹിയിലെ കേരള സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിയാണ് കെ.വി. തോമസ് എന്ന് ഓർക്കണം. കേരള ഹൗസ് റെസിഡന്റ് കമ്മീഷണറുടെ കൂടി യാത്രാ ചെലവാണ് ഈ 11 ലക്ഷമെന്നും ഓണറേറിയമായി 1 ലക്ഷം രൂപയാണ് ലഭിക്കുന്നതെന്നും കെ.വി. തോമസ് പറയുകയാണ്. ധനമന്ത്രി ചോദിച്ച ഏത് കണക്കാണ് താൻ നൽകാത്തതെന്ന് പറയട്ടെ എന്നും കെ.വി. തോമസ് ഉരുണ്ടു കളിക്കുന്നു. അങ്ങനെ ധനമന്ത്രി ചോദിച്ച കണക്കുകൾ ഒന്നും കൊടുക്കാറില്ല എന്ന് ഇന്നലെ N.K. പ്രേമചന്ദ്രൻ അടക്കമുള്ള MP-മാർ വെളിപ്പെടുത്തിയതാണ്. അതിനുള്ളൊരു ഉത്തരമായിട്ടാണ് അദ്ദേഹം ഭയന്ന് വിറച്ചെങ്കിലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 2023-24 വരെയുള്ള കാലത്ത് തൻ്റെ ചെലവ് 5 ലക്ഷത്തിൽ താഴെയാണ് എന്നും 6 ലക്ഷം രൂപ കൂടി അധികമായി ചോദിച്ചതിനെക്കുറിച്ച് തനിക്കറിയില്ല എന്നുമാണ് കെ.വി. തോമസ് പറയുന്നത്. അങ്ങനെ അറിയാതിരിക്കാൻ വഴിയില്ല. ഇക്കാര്യത്തെക്കുറിച്ച് റെസിഡന്റ് കമ്മീഷണറോട് ചോദിച്ചിരുന്നുവെന്നും അദ്ദേഹം കൂടി യാത്ര ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നും ഒക്കെ ഉരുണ്ട് കളിക്കുകയാണ് കെ.വി. തോമസ്. അതുകൂടി ചേർത്തുള്ള പ്രവർത്തന ചെലവാണ് ഈ 11 ലക്ഷമെന്നും കെ.വി. തോമസ് പറയുന്നു. കെ.വി. തോമസിന്റെ കാര്യത്തിൽ കേരള സർക്കാരും വലിയ ജാഗ്രതയാണ് പുലർത്തുന്നത്. കാരണം അദ്ദേഹത്തിന് ജോലി വാങ്ങിച്ചു കൊടുത്തവർക്കും ഇതിലൊരു വിഹിതമുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. അത്രയ്ക്കും വലിയ ഭത്തകളാണ് ഇങ്ങനെ അനുവദിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് കെ.വി. തോമസിനുള്ള വാർഷിക യാത്രാ ഭത്ത 11,31,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുഭരണ പ്രോട്ടോകോൾ വിഭാഗം ധനവകുപ്പിനെ സമീപിച്ച കാര്യം വലിയൊരു വിമർശനത്തിനാണ് കേരളത്തിൽ വഴിവെച്ചിരിക്കുന്നത്. യാത്രാഭത്ത ഇനത്തിൽ 2025-26 ബജറ്റിൽ 5 ലക്ഷമാണ് വകയിരുത്തിയിട്ടുള്ളത്. എന്നാൽ നിലവിൽ 6.31 ലക്ഷം ചെലവാകുന്നുണ്ട് എന്നും ഇത് കണക്കിലെടുത്ത് വിഹിതം 11.31 ലക്ഷമായി ഉയർത്തണമെന്നുമാണ് പ്രോട്ടോകോൾ വിഭാഗത്തിൻ്റെ ആവശ്യം. കെ.വി. തോമസിന്റെ ഓണറേറിയത്തിനായി കഴിഞ്ഞ ബജറ്റിൽ നൽകിയത് 24.5 ലക്ഷം രൂപയായിരുന്നു. തൊട്ടുമുൻ ബജറ്റിൽ 17 ലക്ഷമാണ് നൽകിയത്. ഓരോ വർഷവും ബജറ്റ് വിഹിതം ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയാണ് കെ.വി. തോമസിന് വേണ്ടി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന് കേരളത്തിലെ സർക്കാർ ആവർത്തിച്ച് പറയുന്നതിനിടെയാണ് പരിധി വിട്ട വർദ്ധിപ്പിക്കലുകളുടെ വിവരം ഒന്നാകെ പുറത്തു വരുന്നത്. കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ നൽകുന്ന നികുതിയുടെ ഫലമാണ് ഈ പണം കിട്ടുന്നത്. അവർ സഹിക്കില്ല. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ മുൻ കേന്ദ്രമന്ത്രി കെ.വി. തോമസിനെ 2023 ജനുവരി 19 ക്യാബിനറ്റ് പദവിയോടെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി നിയമിച്ചത്. അത് പാർട്ടിയെ വഞ്ചിച്ചതിന്, കോൺഗ്രസിനെ വഞ്ചിച്ചതിന് CPM നൽകിയൊരു പാരിതോഷികമായിരുന്നു അത്. കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾ ദേശീയ തലത്തിൽ സംരക്ഷിക്കുന്നതിനും കേന്ദ്ര സർക്കാരുമായും ഉദ്യോഗസ്ഥരുമായും ചർച്ചകൾ നടത്തി പ്രധാന വിഷയങ്ങളിൽ ഇടപെടുന്നതിനുമാണ് പ്രത്യേക പ്രതിനിധിയെ നിയോഗിച്ചത്. പക്ഷേ അതൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത് കേരളത്തിന് മനസ്സിലായി വരുന്നു. നിയമിതനായ ഘട്ടത്തിൽ ശമ്പളം വേണ്ട, ഓണറേറിയം മതി എന്ന നിലപാടാണ് തോമസ് സ്വീകരിച്ചത്. അതിനും കാരണമുണ്ട്. മാധ്യമങ്ങളെല്ലാം അത് തുറന്നു പറഞ്ഞതാണ്. മുൻ MP, മുൻ മന്ത്രി, മുൻ MLA തുടങ്ങിയ ഇനങ്ങളിലെല്ലാം ചേർന്ന് വലിയ ഒരു തുക പെൻഷൻ വാങ്ങുമ്പോൾ ഈ പദവിയിലും ശമ്പളം വാങ്ങാൻ കഴിയാത്തത് കൊണ്ടാകാം ജനങ്ങളെ പറ്റി ഓണറേറിയം എന്ന ഓമന പേരിൽ പണം വാങ്ങുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതുപോരാഞ്ഞിട്ട് യാത്രാപ്പടി, ടെലിഫോൺ ബില്ല് തുടങ്ങിയ മറ്റ് അലവൻസുകളും അദ്ദേഹം വാങ്ങിയെടുക്കുന്നുണ്ട്. അടുത്തിടെ കെ.വി. തോമസിന് കേരള സർക്കാർ പ്രൈവറ്റ് സെക്രട്ടറിയെയും ഡ്രൈവറെയും ഒക്കെ അനുവദിച്ചിരിക്കുന്നു. എല്ലാം കൂടി ജനങ്ങളുടെ നികുതിപ്പണം വെച്ചിട്ടുള്ള ഖജനാവ് കൊള്ളയടിക്കുമ്പോൾ കയ്യോടെ പൊക്കിക്കഴിഞ്ഞു എന്നൊരു തിരിച്ചറിവാണ് ഇപ്പോൾ രംഗത്ത് വരാൻ കെ.വി. തോമസിനെ പ്രേരിപ്പിച്ചത്. സ്വന്തം പാർട്ടിയെ പറ്റിച്ചത് പോട്ടെ, ജനങ്ങളെയും പറ്റിച്ച് ജീവിക്കാനാണ് തീരുമാനമെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ പിടി വീഴുക തന്നെ ചെയ്യും.